സുരേഷ് നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ടർ ദേവികയും വിഷ്ണുപ്രിയമാണുള്ളത്. ഹായ് ഗായ്സ്, നമ്മളിപ്പോ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. നമുക്ക് പ്രാവശ്യം ഒരു പ്രോപ്പർട്ടി ഐലൻഡിൽ ബുക്ക് ചെയ്തത്. അപ്പൊ നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അച്ഛനൊക്കെ അടുത്ത ട്രിപ്പിൽ വരും. നമ്മൾ വഞ്ചിയിലല്ല, നമ്മളൊരു ജങ്കാർ പോലെ സെറ്റപ്പ്. ചേട്ടാ ഇതിന് എന്താ പറയാ? ജങ്കാറിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി അവിടെയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ വർഷത്തെ. മഴക്കാലാണ്, നമ്മളെല്ലാവരും സേഫ് ആയിരിക്കുന്ന സമയമാണ്. പക്ഷെ ഈ സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ്. വളരെ ശാന്തസുന്ദരമായ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ്. നമ്മളെല്ലാ സേഫ്റ്റിയും നോക്കിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് വേണം ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ. നമ്മൾ പിന്നെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടില്ല ഈ സമയമായതുകൊണ്ട്. സോ ഞങ്ങൾ ഇന്ന് ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേക്കേഷൻ ആയിട്ട് വന്നേക്കാണ്. ഈ പ്രോപ്പർട്ടിയുടെ പേര് ഐലൻഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, വാടാനപ്പള്ളിയില്. അടിപൊളി പ്രോപ്പർട്ടി. നമ്മൾ വന്നപ്പോ തന്നെ നമ്മൾ ഇംപ്രസ്ഡ് ആയി. ബെസ്റ്റ് ആണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാം. ഞങ്ങൾ ഇന്ന് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ അടിച്ചു പൊളിക്കുന്നു, എങ്ങനെ ഒരു മൺസൂൺ കാലം അടിപൊളിയാക്കാം. സ്കൂളൊക്കെ തുറക്കാറായപ്പോ അതിന് മുന്നേ നമ്മൾ എല്ലാവർക്കും ഒരു എൻജോയ്മെന്റ് വേണ്ടി വന്നാണ്. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മളിപ്പോ തന്നെ എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഇത് മുഴുവൻ കാണണം. ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാവും. സർപ്രൈസും ഉണ്ട് ലാസ്റ്റ്. So stay tuned. Wait and see guys. വീണ്ടും വെള്ളപ്പൊക്കം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണല്ലേ വരൂ. അങ്ങനെ ഞങ്ങൾ വലതുകാല് വെച്ച് കടന്നു. വരൂ. ഇവിടെ ഞങ്ങക്ക് ആനയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കണ്ടോ, നല്ല ആംബിയൻസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണ്. എപ്പോഴും പറയണ പോലെ ബ്യൂട്ടിഫുൾ ആണ്. അച്ഛൻ അവിടെ അറ്റത്ത് നിൽക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട് കരയുടെ അറ്റത്ത്. ഇതാ കയാക്കിങ്ങിന് ഞങ്ങളുടെ ബോട്ട്. ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. യെസ്, ഞങ്ങളുടെ പൂള് ബാക്കിലാണ്. ഞങ്ങള് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഹോം ടൂർ ചെയ്യാം. സെറ്റപ്പ് സ്ഥലം. കുഞ്ഞൊരു എക്സ്പ്രഷൻ. ഓ ഓ വാവ്. എല്ലാരും വലതുകാലി വെച്ച് കയറും. മറ്റേ ആൾക്കാരില്ലല്ലേ വെൽക്കം ചെയ്യാൻ ആൾക്കാരില്ലല്ലേ? മാലിട്ടിട്ട് വലതുകാലി വെച്ച് എല്ലാരും കേറും. അയ്യോ കാലി. ആ കേറിക്കോ. 2 3 സ്റ്റാർ. യെസ്. ഞാനും വലതുകാലി. ഏതില് TV നോക്ക്. നമ്മുടെ ആനയൊക്കെ ഉണ്ട് ഇവിടെ. ആന നമ്മളെ സ്വീകരിക്കാനുണ്ട്. ഇത് നമ്മുടെ ചാട്ടാപ്പൊടി. ഇത് പൊട്ടാപ്പൊടി. നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഹോളാണ്. ഇവിടെ ക്യാരംസ് ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കി ആക്ടിവിറ്റീസ് ഞങ്ങൾ പിന്നീട് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഗൈസ്, ഇവർ 3 ആൾ മാത്രം വീഡിയോ എടുക്കുകയാണ്. പെട്ടെന്നാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അത് കണ്ടതിന് ശേഷം ഞാനും ഓടി വന്ന് കയറി. ഞാനും വന്നു ഗൈസ്. ബാക്കിയപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് വട്ടാണോ അല്ലയോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ സുറു, നന്ദു, പൊന്നു ഒക്കെ കൂടി ക്യാരംസ് കളിക്കുകയാണ്. ഇതിലാകെ കൂടി ക്യാരംസ് കളിക്കാൻ അറിയാവുന്നത് സൂരജിനാണ്. അപ്പം അവൻ പണി പഠിപ്പിക്കുകയാണ് എങ്ങനെ ക്യാരംസ് കളിക്കുന്നൊക്കെ. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. പാപ്പൻ, മേമ, ഫുൾ ഫാമിലി. പിന്നെ രഞ്ജിൻ ചേട്ടൻ, ആദിത്യൻ, എല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പിന് വന്നിട്ടുള്ളത്. പിന്നെ ടീയുടെ ടൈം ആയപ്പോൾ ഞങ്ങൾ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. ഈവനിങ് ടൈം ആയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീ ടൈം. പുറത്ത് വ്യൂ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ, നല്ലൊരു സീനറിയാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഞങ്ങളൊരു ഐലാൻഡിൽ പെട്ടുപോയൊരവസ്ഥ.
ഗൈസ് ഞങ്ങൾ പെട്ടുപോയി ഗൈസ്. നമ്മൾ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്. നല്ല ഒഴുക്കുണ്ട്. നാളെ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ട്രാപ്ഡ് ആണ് ഗൈസ്. ഞങ്ങൾക്ക് കാണാൻ പറ്റും. പോവാനുള്ള ഒരു സോഴ്സ് പോലും ഇല്ല അവിടെ നിന്ന്. ഒരു പട്ടാളക്കൊടിയും പിടിച്ചിട്ട് എൻ്റെ അനിയത്തി വരുന്നു. ദീപുവിന്റെ കൊട പറന്നുപോയി. സുറുവിന്റെ കടയാണ്. കൊട ഇപ്പോ ശ്രദ്ധിക്കുക. അതെ, കാലാവസ്ഥ നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ എങ്കിലും നമ്മൾ സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളും അതിലൊക്കെ ഞങ്ങളുടെ കൊട നിക്കണണ്ട. ഏത് കാറ്റിലും മഴയിലും പപ്പായ. അത് അച്ഛനമ്മ അവിടെ വർക്ക് ചെയ്തിരുന്ന ആദ്യം. സ്ട്രോങ് കൊട, ഇത് സ്ട്രോങ് ഇല്ലാത്ത കൊട. വീഡിയോ സൂം തന്നെ 2x. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കണതാണോ? ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. ഇത് ആലപ്പുഴയാണ്. അതെ, ഏയ് ചാട്ടാപ്പൊടി ചട്ട കോട്ടൊക്കെ ഇട്ട് വന്നു ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത അച്ഛൻ തിമ്മീങ്കലത്തിന് പിടിക്കാൻ അറ്റത്ത് നിക്കണതാണ് അച്ഛൻ. ഇപ്പൊ ഒരു തിമ്മീങ്കലത്തിന് വീശി എടുക്കും. പാപ്പനും അതും ആർക്കാണ് ആദ്യം കിട്ടുക നോക്കാം. പാപ്പന്റെ ഇപ്പൊ തന്നെ കുത്തി പോയുള്ളൂ. ഞങ്ങള് സെക്കൻഡ് ആക്ടിവിറ്റിയിൽ കിട്ടാത്തതിന്റെ വിഷമാണ്. അപ്പോ സുരേഷ് നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ടർ ദേവികയും വിഷ്ണുപ്രിയമാണുള്ളത്. നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാവരും ഉണ്ട് ഗൈസ് നമ്മളോടൊപ്പം. എന്തിനാണ് പിടിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഗംഭീരമായ ഒരു ഫിഷിംഗ് ആണ്, കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ആലപ്പുഴ ബോട്ട്. ഇവിടുന്ന് പിടിച്ചിട്ട് വേണം നമുക്കിന്ന് ഫ്രൈ ഗൈസ്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. എല്ലാവരും വളരെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അച്ഛൻ കിട്ടിയാ? കൊടുക്ക് ചാട്ടാ. ആക്ടിവിറ്റീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ക്ലൈമറ്റിൽ മീൻ പിടിക്കാന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് മീൻ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഓരോ ഡാൻസ് ഉണ്ട്. 3 ദിക്കിലായിട്ട് 3 ഫിഷർമാൻ. അയ്യോ, അവിടെ ഒരു കപ്പിളല്ലേ? പെട്ടെന്ന് കപ്പിളെന്ന് പറഞ്ഞു. ഫിഷർമാൻ നമ്പർ 1, നമ്പർ 2 and number 3 is out here. ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ പൂൾ ടൈം 5 to 8 വരെയാണ്. ചോറൊക്കെ ഇടണ്ടേ? എനിക്കപ്പോ അത്രേ പറയാനുള്ളൂ. എനിക്കും അത്ര ഞാൻ പറയാറുള്ളൂ. എല്ലാവർക്കും ഇറങ്ങാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് പൂൾ. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്ത് പറയുന്നു കമന്റ് ചെയ്യുക. അതെ, അയ്യോ അത് കഴിഞ്ഞ ഫോട്ടോഷൂട്ടാണ് കഴിച്ച്. മാമി ബാബർ നിക്ക്. മേമേനൊക്കെ നോക്കി ചിരിച്ചിട്ടൊക്കെ ഒന്ന് നോക്കിയേ.
മേമശയ്യായി. ഞങ്ങൾ പൂളിക്ക് പോവാൻ വേണ്ടി ഗൈസ്. ഞങ്ങൾ നെക്സ്റ്റ് ആക്ടിവിറ്റിക്ക് പോവാണ്. കണ്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. കണ്ടോ നില ലീസൊക്കെ താരോ ഇമോഷൻസ് ഒക്കെ ഉണ്ട് ചിരിയാ. അടുത്തതായിട്ട് ചീവുമാണ് ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുത്തത്. ദിവുവൊക്കെ ആദ്യം തന്നെ ഇതേ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അമ്മ ദിവുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. തല നനയണു, വെള്ളമാവണു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അതേ തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് മാറി മാറി വരികയാണ്. അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ് ഗൈസ്. വീഡിയോ ആണ്, ഫോട്ടോ ഇല്ല. ഇനിയുണ്ടോ ഫോട്ടോ? അച്ഛനോട്ടോ? ഒന്ന് ചേട്ടനുണ്ടോ? അച്ഛന് വേണോ? അച്ഛന് ഉണ്ണിമോള ഇന്ന് കൈ ഇവിടെ എടുത്തിട്ടാ. അതെ, മുകളിലേക്ക് പിടിക്കേ കൈ. അങ്ങനത്തെ ആൾക്കൊന്നല്ല. അങ്ങനെയുണ്ട്, അങ്ങനെ. കൈ ഇവിടെ എടുത്തിട്ടാ. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീപുവിനൊക്കെ ഉണ്ടോ? അച്ഛൻ ഗൈസ്, അച്ഛൻ ഇതാ എടുത്ത് ചാടാൻ പോകുന്നു. മഴ പ്ലസ് പൂള്, അടിപൊളി വൈബ്. പൊന്നു പറയും എന്തൊരാ പറഞ്ഞേ. ഇത് ഇതെന്താണ്? പോരാണ്. ഗൈസ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾക്കിങ്ങനെ ടൈം പോണത് അറിയണ്ടായിരുന്നില്ല. അത്രയും അടിപൊളിയായിട്ടൊരു ട്രിപ്പായിരുന്നു. എല്ലാവരും ഈക്വലി എന്താ പറയുക, നല്ലൊരു വൈബായിട്ടുള്ളൊരു ട്രിപ്പായിട്ട് ഇത് മാറി. പിന്നെ പൂളിൽ ദിവൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ലാസ്റ്റ് അമ്മയൊക്കെ അവസാനം ഇറങ്ങി. അപ്പോൾ അതുവിനൊക്കെ എല്ലാവരും രഞ്ജിൻ ചേട്ടനൊക്കെ കൂടി നീന്തൽ പഠിപ്പിക്കുകയാണ്. ഗൈസ്, ഇത് ഇപ്പൊ ഇവിടെ ഫീഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അമ്മ ഫീഡ് ചെയ്യാണ്. പഴംപൊരി, അതുപോലെ തന്നെ ഇത് വെള്ളത്തിലുള്ള ജീവികളാണ്, അവർക്കുള്ള ഫീഡ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് മുക്കണ്ടോ, വെള്ളം ഇരിയും. വീഡിയോ തൽക്കാലം ഓണാണോ? ചട്ടനി അത്ര ഒന്നും കുടിക്കണ്ടോ? ഗ്ലാസ് ഇല്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്.
സ്റ്റാർട്ടല്ലേ? ഓണാണ്. ദിവനെ പിടിക്കണ്ട. ഓക്കെ റെഡി വീഡിയോ ഓണാ. 1 2 3. ആ ചാടിക്കോ. നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ മേലേക്ക് വെള്ളം കേറിയാലും അതിന് മാറ്റി ചട്ടി ഓടിക്കോ. ഓടി നോക്കിക്കോ. മൂക്ക് പിടിച്ചോ. തിരിഞ്ഞിട്ട് വീഴാൻ പറ്റില്ല. ഇത് വീഴാൻ പറ്റില്ല. സൈഡ് തിരിഞ്ഞിട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രാക്ടീസ് ചെയ്തോ? വീണോ? ജസ്റ്റ് ഒന്നിങ്ങനെ വീണോ? സ്ട്രേറ്റ് ഇങ്ങനെ വളയണ്ട. സ്ട്രേറ്റ്. ഞാൻ നീ ഒന്ന് മൂക്ക് റെഡി ആകുമ്പോ പറ. റെഡിയാണോ? അവിടെ നിന്ന് കാണില്ല. മൂക്ക് പിടിച്ചോ. റെഡി നമ്മൾ തേർഡ് ആക്ടിവിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് പാർക്ക്. ഞാൻ കുറച്ചുകൂടെ നീങ്ങുന്നോട്ടാ. അവിടേക്ക് നീ അവിടെ മാറി. നിന്നൊക്കെ തട്ടി വീടും. ഇല്ലില്ല. ഓക്കെ ഞങ്ങൾ പീസ്ഫുള്ളി ഒരു ആംബിയൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്, നിങ്ങളൊക്കെ വളർന്ന് മുതുക്കികളായി. അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അവർ പറഞ്ഞത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് നേരം ചെയ്തോ എന്നിട്ട് വേഗം തന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒന്ന് എല്ലാ ഒരു റൈഡ്സിലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്താ പറയുക, നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു. അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അവിടെ റൗണ്ടിൻ്റെ ഇടയിൽ പെട്ടു, വീണു. കുഞ്ഞു കുട്ടികൾ നിന്നിട്ട് ഇങ്ങനെ കറങ്ങണ ഒരു സാധനമില്ല, അതൊരു ദിവ ഒറ്റയ്ക്ക് കയറിയതാണ്. പെട്ടെന്ന് കാല് സ്ലിപ്പായി അതിൻ്റെ ഇടയിൽ വീണു. എന്നിട്ട് സൂരജ് ഓടിപ്പോയിട്ട് ദിവുവിനെ എടുത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ അമ്മയാണ് വീഡിയോ എടുത്തതെന്ന്. അപ്പോൾ ഫോണ് കറക്റ്റ് ചെരിഞ്ഞു പോയി. ഇത് നൈസായിരുന്നു കേട്ടോ, കാരണം അടിയിലിങ്ങനെ വെള്ളം നമ്മളിങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ വെള്ളം തെറിപ്പിക്കുക, അതൊരു നൈസ് വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനം. കാരണം ഒരു വേവി ടൈപ്പായിട്ട് ഒരു സ്ലൈഡായതുകൊണ്ട് നമ്മളൊരു പോയിന്റിലെത്തുമ്പോൾ കറങ്ങി അങ്ങനെ പോകും. അതൊരു നൈസായിരുന്നു. ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ സൂരജ് പറഞ്ഞത് അവൻ പണ്ട് നഴ്സറിയിൽ എങ്ങാനും കയറിയതാണ്. അതിൻ്റെ പൂതി മാറ്റാൻ അവനും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പം ആഡ് ചെയ്യാം. ഇതിന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ അത് ആഡ് ചെയ്യാവുന്നതാണ്.
ഇതൊക്കെ നമ്മൾ കയറി എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു ചൈൽഡ്ഹുഡിലേക്ക് ദിവുവിൻ്റെ ഒപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫീലാണ് ഉണ്ടായത്. അയ്യോ ബാക്ക് പോയി ഗൈസ്, അപ്പോൾ നമ്മൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് DJ ആണ്. അപ്പോൾ നിങ്ങൾ ഞാൻ അതിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. Come on. മേളം ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഫുഡിങ്ങിലേക്ക് കടന്നു. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അൽഫാമും കുബൂസും പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ആക്ടിവിറ്റിക്ക് കടന്നു. ഇനി ഞങ്ങൾ ദംഷരാസ് കളിക്കാൻ പോവാണ്. എല്ലാവരും ഇവിടെ ടീമൊക്കെ ആയിട്ട് സെറ്റായി. ഇനി നമുക്ക് കളിച്ചു തുടങ്ങാം. അതെന്റെ സ്ഥാനാണ്. അതവിടെ നിന്നാ പോലെ അച്ഛൻ അവിടെ ഇവിടെ വന്നിരിക്കുന്നത്. വായ തുറക്കരുത്, അവിടെ നിന്നാ മതി. അച്ഛനാണ് ഫസ്റ്റ് ചാൻസ് കിട്ടിയത്. മഴ മഴ പെയ്യുന്നു, മത്തള കൊട്ടുന്നു. ടെങ്കട ടെങ്ക ടെങ്കട ടെങ്ക ടെങ്കട അതെ, 10 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ എന്നിട്ട് ഇപ്പൊ എന്തായി? ഇര എന്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അതിനല്ലേ നമ്മുടെ ഇടയ്ക്കൊന്ന് സ്കൂട്ടാവുണ്ടല്ലോ ഡെയിലി. ഇരുന്നോർത്തുനിന്ന് ഇരിക്കാൻ പാടില്ല. അടുത്തതാണ് നമ്മുടെ പാപ്പനാണ് ചാൻസ്. അച്ഛൻ എങ്ങനെ വിളിച്ച്? അച്ഛൻ ഓക്കെ, സ്റ്റാർട്ട്സ് നൗ. എന്താണ് തെക്ക് നോക്കുന്നു നോക്കുന്നു. കായൽ, വഞ്ചി വഞ്ചി, വെള്ളം വെള്ളം, അക്കരെ ആകാശം, സൂര്യൻ, നക്ഷത്രം, ആകാശത്ത് നോക്കുന്നു. ചന്ദ്രൻ ഉദിക്കുന്നില്ല. ഭാഗ്യണ്ട്. അങ്ങനെ ദംഷരാസ് എല്ലാവരും ഓരോ റൗണ്ടും വീതം കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മൂവി കാണാനാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൂടുമ്പോൾ ഒരു ഹൊറർ മൂവി കാണാറുണ്ട്. അത് മസ്റ്റാണ് ഞങ്ങൾക്ക്. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ആ ട്രിപ്പ് ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നാറുള്ളൂ. സോ എല്ലാവരും കൂടിയിട്ട് റൂമിൽ പോയിട്ട് ഞങ്ങൾ കുറേ മൂവീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും എന്നുള്ള ഹോപ്പിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. സോ കിട്ടിയ മൂവി വെച്ച് ഞങ്ങൾ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പകുതി പേരൊക്കെ മൂവി കാണുന്നതിൽ
കണ്ട് 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 കിടന്നുറങ്ങി. കാരണം എല്ലാവരും ടയേർഡായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഡേ 2ലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും മഴയായ കാരണം അകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കയാക്കിങ്ങിനുള്ള പെർമിഷൻ കിട്ടി. അപ്പം ഞങ്ങൾ അതിന് പോവാണ്. അല്ലേ നോക്കണേ. രണ്ടാൾക്ക് ഇരിക്കാം. പിന്നെ ഒന്ന് സിംഗിള് ചാട്ടാ. ഞാൻ സിംഗിള്. ആ തല കാണാനില്ലല്ലോ. ദേ പോണു. എങ്ങനെയുണ്ട്? ബൈ ഗൈസ്. ബാക്ക് ഈ സൈഡില് ആ അപ്പുറ സൈഡില്. ആ വായനല് വെച്ചിരുന്നോ? ആ ഓക്കെ ബൈ. അങ്ങനെ അവർ നാട് വിടുകയാണ്. അതൂ പൊക്കോ. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ. അതൂ ആൻഡ് പൊന്നു. വിസിലുണ്ടോ? വെച്ചോ. ബൈ പൊന്നു. എന്തുട്ടാ അവിടെ? ഫോട്ടോ എടുത്തോ? പൊന്നും ഇങ്ങോട്ട് തിരിച്ചു പിടിക്കണ്ടേ? അത് ആ അങ്ങനെ ആക്കണം. അധികം പാട്ട് വേണ്ട, പോയിട്ട് ഇങ്ങോട്ട് വാ. അവിടെ ഒഴുക്കാട്ടെ അടിക്കും. എവിടെ? ആ ഇവിടെ നമുക്കെല്ലാം ലൈവായിട്ട് കാണാം. ഇതാ വല ഇടണു, മീൻ പിടിക്കണു, ഒരു എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. എല്ലാവരും മസ്റ്റായിട്ട് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ മീൻ ചൂടി വലിയ വലിയ വലകളൊക്കെ ഇട്ട് വലിയ വലിയ മീനൊക്കെ പിടിക്കണത് ഞങ്ങൾ നേരിൽ കണ്ടു. ഇതിപ്പോൾ ആ ചേട്ടൻ എന്താവോ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു വല വീശാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും മനോഹരമായ അപ്പം ലൈവ്, വട എല്ലാം ലൈവാണ്. ഫ്രഷ് മൂന്ന് വരട്ടെ. ഇവിടെ വാശിയേറിയ നമ്മുടെ ബാഡ്മിന്റൺ ബാറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദു ഇൻസ് വൺ സൈഡ് ആൻഡ് അതർ സൈഡിൽ ദേവിക. അതിന് നമ്മളെ കാണികളായിട്ട് ഇവിടെ നമ്മുടെ വെള്ളിച്ചനുണ്ട്. വെള്ളിച്ചൻ ചുമ്പ സ്റ്റെപ്പ് ഇടും. അവർക്കൊരു എനർജിക്ക് വേണ്ടി.
ചാടില്ലേ? Ready? 1, 2, 3. കിട്ടിയാ? അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. ഒരു ദിവസം അല്ലെങ്കിലും ഉള്ളെങ്കിലും ഒരു മാസത്തെ വൈബാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ നല്ലതായിരുന്നു. വരും വഴിയെ നിങ്ങൾ പല ചിലർക്ക് വയ്യാതെയായി ഫുഡ് കഴിച്ചിട്ട്. ഫുഡ് ഇൻഫെക്ഷൻ ചിലർക്ക് റെഡിയാവും. ഭൂരിഭാഗം പേരും എൻജോയ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ. ബാക്കി ഞങ്ങൾ വീഡിയോ ഇടുമ്പോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതും വീഡിയോ കാണുമ്പോഴും നിങ്ങൾ കാണുന്നു. അപ്പൊ തന്നെ കണ്ടാൽ മതി. ബൈ.